മെക്സവനുള്ള CPM പിന്തുണ തുടരുന്നതിനിടെ സംഘടനയ്ക്കെതിരെ സമസ്ത AP വിഭാഗം രംഗത്തെത്തി. സുന്നി വിശ്വാസികൾ മെക്സവനിൽ ജാഗ്രത പുലർത്തണമെന്ന് സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ മുന്നറിയിപ്പ്. കോഴിക്കോട് നന്മണ്ടയിൽ ഇന്ന് നടക്കുന്ന മെക്സവൻ മേഖലാ സംഗമത്തിന് ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് CPM MLA സച്ചിൻ ദേവിനെ ആയിരുന്നു. വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, മെക്സവനെതിരെ ശക്തമായ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണല്ലോ സമസ്ത AP വിഭാഗത്തിൻ്റെ നിലപാട്. സുന്നി വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നും പറയുന്നു. CPM മെക്സവനോട് ഒരു നല്ല സമീപനം അല്ലെങ്കിൽ ഒരു ഇണങ്ങുന്ന സമീപനം പുലർത്തുമ്പോഴാണ് AP വിഭാഗം കൃത്യമായി ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു ആഹ്വാനം നൽകുന്നത്. സമസ്ത AP വിഭാഗം ശക്തമായി മെക്സവനെതിരെ രംഗത്തുണ്ട് എന്ന് പറയാൻ കഴിയുമോ? വിനോദ്, മെക്സവനെതിരെ തുടക്കം മുതൽ തന്നെ സമസ്ത കാന്തപുരം AP വിഭാഗം മെക്സവനെ എതിർത്തുകൊണ്ട് തന്നെയാണ് രംഗത്തുള്ളത്. ആദ്യഘട്ടങ്ങളിലൊക്കെ SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായുള്ള ഹക്കീം ഫൈസിയും അസ്ഹരിയും അബ്ദുൽ റഹ്മാൻ സക്കാഫിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മെക്സവനെതിരെ രംഗത്ത് വന്നിരുന്നു. ആ നിലപാട് AP വിഭാഗം ആവർത്തിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറ യോഗത്തിലാണ് ഈ മെക്സവനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് വീണ്ടും ഒരു മുന്നറിയിപ്പുമായിട്ട് കാന്തപുരം AP വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. സുന്നി വിശ്വാസികൾ മെക്സവനിൽ നിന്ന് അകലം പാലിക്കണമെന്ന് കൃത്യമായി വിശ്വാസികളോട് കാന്തപുരം AP വിഭാഗം പറയുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള വ്യായാമമുറ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ മത നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളും ഗാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മെക്സവന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നു. മത നിയമങ്ങൾക്ക് വിധേയമായപ്പെട്ടുകൊണ്ട് മാത്രമേ ആളുകൾ ഇതിന്റെ ഭാഗമാകാൻ പാടുള്ളൂ എന്നൊരു മുന്നറിയിപ്പ് കൂടി കാന്തപുരം AP വിഭാഗം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മെക്സവൻ ഒരു മുസ്ലിം സംഘടനയായിട്ട് കാന്തപുരം AP വിഭാഗം അംഗീകരിച്ചു കഴിഞ്ഞു. ഈ മെക്സവൻ എന്ന് പറയുന്നത് മത ജാതി വിഭാഗങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന വ്യായാമ കൂട്ടായ്മയാണ് എന്നാണ് മെക്സവൻ പറയുന്നത്. ആദ്യഘട്ടങ്ങളിൽ മെക്സവനെതിരെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകൾ, നിരോധിക്കപ്പെട്ട സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ മെക്സവനിൽ ഉണ്ട് എന്ന ആരോപണങ്ങൾ ശക്തമായപ്പോൾ അതിനെതിരെ രംഗത്ത് വരികയും ഒരു മതസംഘടനയല്ല എന്ന വ്യാഖ്യാനം മെക്സവന്റെ ഭാരവാഹികൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ മുസ്ലിം സംഘടനകളൊക്കെ മെക്സവനെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് തുടർച്ചയായി ഉണ്ടാകുന്നു. ആദ്യഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ കൂടിയും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങൾ കൂടിയുമാണ് കാന്തപുരം AP വിഭാഗം മെക്സവനെതിരെ രംഗത്ത് വന്നിരുന്നതെങ്കിൽ ഇന്നത് കൃത്യമായി സംഘടനാ യോഗം ചേർന്നുകൊണ്ട് മുഷാവറ യോഗത്തിലെ തീരുമാനമെന്ന രീതിയിൽ പുറത്തു വരികയാണ്. ഇത് സ്വാഭാവികമായിട്ടും CPMന് വലിയ തിരിച്ചടിയായിരിക്കും. ആദ്യഘട്ടത്തിൽ മെക്സവനെതിരെ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനനായിരുന്നു രംഗത്ത് വന്നിരുന്നതെങ്കിൽ CPMനകത്ത് മെക്സവനെതിരെയുള്ള പ്രതികരണങ്ങൾക്ക് മോഹനന് പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹം തന്റെ ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് കാന്തപുരം AP വിഭാഗം, അതായത് ഇടതു മുന്നണിയോടും CPMനോടും ഒന്നും ചേർന്ന് നിന്നിട്ടുള്ള കാന്തപുരം AP വിഭാഗം ശക്തമായ വിമർശനം മെക്സവനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് മെക്സവനെ കൂടെ കൂട്ടാനായിരിക്കുമോ അല്ലെങ്കിൽ കാന്തപുരം AP വിഭാഗത്തെ കൂടെ നിർത്താനായിരിക്കുമോ CPM ശ്രമിക്കുക എന്ന ചോദ്യമൊക്കെ ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഉയർത്തിയ വിമർശനം അതേപടി നിലനിർത്തുകയാണ് കാന്തപുരം AP വിഭാഗം. ആദ്യഘട്ടത്തിൽ SYSന്റെ ഭാഗമായിട്ടും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളുടെ ഭാഗമായിട്ടും ഒക്കെയാണ് മെക്സവനെ എതിർത്തിരുന്നത് എങ്കിൽ ഇപ്പോഴത് സംഘടന ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു. സുന്നി വിശ്വാസികളായിട്ടുള്ള ആളുകൾ മെക്സവനിൽ നിന്ന് മാറി നിൽക്കണം. മത നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മെക്സവന്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും അന്യപുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. മത നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രചാരണങ്ങളും സംഗീതങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകുന്നു. അതുകൊണ്ട് വിശ്വാസികൾ മാറി നിൽക്കണമെന്ന് കൃത്യമായ അറിയിപ്പ് സുന്നി വിശ്വാസികൾക്ക് നൽകുന്നു. അതേ സാഹചര്യത്തിൽ ഈ മെക്സവനെതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വിനോദ്. അങ്ങനെ തന്നെയാണ്. CPM അനുകൂല നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും AP വിഭാഗം, സമസ്ത AP വിഭാഗം ശക്തമായി മെക്സവനെതിരെ രംഗത്ത് വരികയാണ്. വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് സമസ്ത മുന്നോട്ട് വെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ K വേണുഗോപാൽ.